ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇഞ്ചിപ്പുളിയാണേ. നമ്മുടെ ഒരു കൈ നിറയെ ഇഞ്ചി നന്നായിട്ട് വറുത്ത് വെളിച്ചെണ്ണയിൽ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീർ മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പുളി നന്നായിട്ട് കുതിർത്ത് പിഴിഞ്ഞ പുളിയെ ഒരു 3 കപ്പ് വേണം. വെള്ളം ഒഴിക്കുമ്പോൾ 3 കപ്പ് വെള്ളം വേണേ. പിന്നെ ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടി. ഇത് നമ്മൾ ഇഞ്ചി ആണെങ്കിൽ നന്നായിട്ട് വറുത്ത് കോരിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഒരു ചുമ്മാ കയ്യിൽ പൊടിച്ചാലും മതി. എണ്ണ നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടാമേ. കടുക് നന്നായിട്ട് പൊരിഞ്ഞ ഉടനെ കറിവേപ്പില ഇടണേ. കറിവേപ്പിലയും കടുകും ഇട്ടിട്ട് കാശ്മീർ മുളക് പൊടി ഇടണേ. ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ തീ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാമേ. നമുക്ക് കരിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് പുളിവെള്ളം ഒഴിക്കണേ. പുളി ഒരു 2 നാരങ്ങ സൈസിൽ വേണം പുളിയെ. അത് നല്ലതായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ചെടുത്ത് ഇത് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതിലൊഴിക്കേണ്ടത്. 3 കപ്പോ 2.5 കപ്പോ ഒഴിക്കണേ വെള്ളം. എരിവിന് വേറെ പച്ചമുളക് വേണമെങ്കിൽ നമുക്കിടാം, വേണ്ടെങ്കിൽ അതും വേണ്ട. ഈ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് തിളച്ച് നമ്മൾ കായത്തിൻ്റെ പൊടിയും ഒരു ചെറിയ സ്പൂൺ ഇടണം, ടീസ്പൂണ് കായത്തിൻ്റെ പൊടി, ഉലുവാപ്പൊടിയും, ഉപ്പിടാമേ. തിളച്ചിട്ട് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമ്മളൊരു നല്ലതായിട്ടൊരു 2 മിനിറ്റ് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇടാമേ. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കയ്യിൽ ക്രഷ് ചെയ്താണ് ഇടുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഈ ഇഞ്ചി നമ്മുടെ ഒരു കൈക്ക് ഒരു പിടി മതി. ഇത് നന്നായിട്ട് പറ്റണം. നന്നായിട്ട് പറ്റിയ ശേഷം ചക്കരപ്പാനി ഒഴിക്കാം. നമുക്ക് ചക്കരപ്പാനി ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പറായ ഇത് പറ്റിയിട്ടുണ്ട്. ഇഞ്ചിപ്പുളി പറ്റി. ഇതിങ്ങനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് പാത്രത്തിൽ മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പറും ടേസ്റ്റിയുമായ ഇഞ്ചിപ്പുളി റെഡി. താങ്ക് യു.